മധൂർ പട്ള സ്വദേശിയ ഗണേശാണ് ഈ ഒരു അക്രമം നടത്തിയത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ പോലീസ് ഹെഡ് പോസ്റ്റിന്റെ ചില്ലുകളാണ് ഇയാൾ അടിച്ചു തകർത്തത്. ഇയാൾ ലഹരിക്ക് അടിമപ്പെട്ടയാളാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ലഹരിയിലാണ് ഇത്തരമൊരു അതിക്രമം ഇയാൾ ഹെഡ് പോസ്റ്റിന് നേരെ നടത്തിയത്. ഈ പോലീസ് ഇയാളെ പിടിക്കാൻ എത്തിയപ്പോൾ തന്നെ പോലീസിനോടൊക്കെ ഈ മോഹൻലാൽ സിനിമകൾ ഇറങ്ങിയപ്പം ഒന്ന് രണ്ട് സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് മോഹൻലാൽ പൂണ്ട് വിളയാട്ടം എന്ന് പറയുമ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി സിംഗപ്പൂരിലും അതുപോലെ ദുബായിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോയപ്പോഴത്തേക്കും ഇവിടെ ഗുണ്ടകളുടെ പൂണ്ട് വിളയാട്ടം എന്ന് പറയാം. ഒരു ഗുണ്ടേരെ എന്താണ് ലഹരിയൊക്കെ അടിച്ചിട്ട് ഒരു ഗുണ്ടേരെ അഴിഞ്ഞാട്ടമാണ് നമ്മളിപ്പം കണ്ടത്. പോലീസിനെ പേടിയില്ല. ഇനിയിപ്പം നമ്മൾ മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും ഉള്ളൊരു കാര്യം പറയാം. നവകേരള സദസ്സ് നടന്നുകൊണ്ടപ്പോഴത്തേക്കും യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലിയതും ഗുണ്ടകൾ തന്നെയാണ്. അതിന് ന്യായീകരണം നടത്തിയതും മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ ഈ ന്യായീകരണം നടത്തുമ്പോഴത്തേക്കും ഒന്ന് ആലോചിക്കുക, പിന്നെ ഇത് ഒരു വളമാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ ഒരുപാട് നടത്തിയ സ്ഥിതിക്ക് ഗുണ്ടകളും ചിന്തിക്കും, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല, പോലീസിന് വലിയ കാര്യമൊന്നുമില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഭരണകൂടത്തിൽ ചില പിടിമുറുക്കുകൾ പോയി. അതാണ് സത്യം. കേരളത്തിൽ ഇന്ന് ഗുണ്ടകളെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അത് അസത്യമൊന്നുമല്ല. അതിന് മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ പാർട്ടി പ്രവർത്തകരായിരിക്കും ഗുണ്ടകൾ. അത് പറയാതെ ഒന്നും പിരിഞ്ഞു പോയിട്ട് കാര്യമില്ല. കാരണം പാർട്ടിക്കാർക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കൽ ഉണ്ടാവുമല്ലോ. ആ ജോലിയിലെ ഒരു പേര് ഗുണ്ടാവിളയായിട്ടൊന്നും പറയാം. അതാണല്ലോ നവകേരള സദസ്സിൽ നമുക്ക് നടന്നത്. അതിന് ശേഷമുള്ള പല കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം പന്തീരങ്കാവിലൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് ഒരുത്തം കൊണ്ടുപോയി. അവനാണെങ്കിൽ 2-3 പ്രാവശ്യം വേറെയൊക്കെ പെൺപിള്ളേരെ ആലോചിച്ച് നിശ്ചയിപ്പൊക്കെ നടത്തിയപ്പോൾ ഒറ്റ സ്വഭാവം മനസ്സിലായിക്കൊണ്ട് അവർ വീട്ടുകാർ പിന്മാറി. അവൻ സിംഗപ്പൂരിലല്ല ജർമ്മനിയിലാണ്ട ജോലിയാണ്. അവൻ ഈ പാവം പിടിച്ച പെങ്കൊച്ചിനെ കൊണ്ടുപോയിട്ട് 7 ദിവസം പോലും കഴിഞ്ഞില്ല. അതിനുമ്പേ അടിയും തുടങ്ങി, കൊലപാതകത്തിന് ഉള്ള ശ്രമമൊക്കെ തുടങ്ങി, കഴുത്തിലൊക്കെ പിന്നെ വയറൊക്കെ ഇട്ട് ഉരുക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഈ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കൊച്ചിനെയും കൊണ്ട് പോയി പരാതി പറഞ്ഞു. അവർ പറഞ്ഞ് ആശുപത്രി അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ ആശുപത്രി കാണിച്ചു. പക്ഷെ പോലീസ് കേസെടുത്തില്ല. പോലീസ് പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അഴവഴഞ്ഞം പരിപാടി പറഞ്ഞ് SHO എടുത്താൽ അയാൾക്കിപ്പോൾ സസ്പെൻഷനായി. അത് കേസൊന്ന് മുറിയപ്പോഴത്തേക്കും ഈ മാധ്യമങ്ങൾ പൊട്ടന്മാരില്ലേ, കേരളത്തിലെ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കിയപ്പോഴത്തേക്കും അത് വലിയ പ്രശ്നമായി. അപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കത്തയച്ചു. പക്ഷെ മുഖ്യമന്ത്രി സ്ഥലത്തില്ല. മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞു വരും കാണില്ല, കാരണം പുള്ളി ദുബായിലാണ് ഇപ്പോൾ. എങ്കിലും അത് മാധ്യമങ്ങളിലെ ഒരു വാർത്തയായപ്പോഴത്തേക്കും വലിയ വിഷയമായി. അവസാനം DGPക്ക് ഓർഡർ ഇടേണ്ടി വന്നു. SHOയെ സസ്പെൻഷൻ കൊടുക്കുകയും ചെയ്തു. ഇതിനകം തന്നെ പ്രതി മുങ്ങുകയും ചെയ്തു. പ്രതി മുങ്ങുമെന്ന് പറഞ്ഞാൽ അവൻ നേരെ സിംഗപ്പൂരിലെത്തി. ഇപ്പോൾ സിംഗപ്പൂരിലാണ്. ഇനിയിപ്പോൾ കേരളത്തിൻ്റെയോ ഇന്ത്യയിലെ കൈവിട്ട കളിയാണ്. അവൻ എങ്ങോട്ട് പോയാലും അവനിനി പൊക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. ഈ കൊച്ചിനെയാണെങ്കിൽ ഉപദ്രവിച്ച പാടുകളും മറ്റതും മറിച്ചുമൊക്കെ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട്. അപ്പോൾ കേരള പോലീസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ്. നമ്മൾ കേരള പോലീസിനെ കുറ്റപ്പെടുത്തണ്ട. കേരള പോലീസ് നല്ല കഴിവുള്ളവരാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് കേരള പോലീസ് തന്നെയാണ്. പക്ഷെ അവരെ കഴിവുകെട്ടവരാക്കുന്നത് ഇവിടുത്തെ പാർട്ടിക്കാരാണ്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ. കാരണം പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട്, ഞാൻ എടുത്തു തന്നെ പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കേസ് ദുർബലമാകുന്നൊരു കാഴ്ചയാണ്. നമുക്കറിയാം സിദ്ധാർത്ഥൻ്റെ മരണവും കൊലപാതകവും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാലും, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലെ യാത്ര തുടങ്ങി നോക്കിയാലും ഒക്കെ നമുക്കറിയാം യാഥാർത്ഥ്യങ്ങൾ. അതിനെ ന്യായീകരിക്കുന്ന ഇതൊന്നും വേണ്ട. നമ്മുടെ അൻവർ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം വരെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും അതിനെ ന്യായീകരിച്ചൊരു മുഖ്യമന്ത്രിയെ ലോകത്തിലാദ്യമായിട്ട് കാണുകയാണ്. ഒരു MLA ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് താക്കീത് കൊടുക്കേണ്ട മുഖ്യമന്ത്രിയെ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എവിടുത്തെ ഈ കാര്യങ്ങൾ ഇവിടെ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കണേ. അതേ മുഖ്യമന്ത്രിക്ക് കേരളം വിട്ടൊഴിഞ്ഞൊരു
പിന്നെ എന്താണ് വോട്ടവകാശം ചോദിക്കാൻ, അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയോ ചോദിക്കാൻ അർഹതയില്ലാഞ്ഞിട്ട് തന്നെയാണ് പുള്ളി പോയത്. പുള്ളിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ന്യായീകരണമായിട്ട് പുള്ളിക്ക് ഇറങ്ങാൻ ഈ ഒരു യോഗ്യതയില്ല. എന്തായാലും കേരളത്തിലെ ഈ പിണറായി വിജയൻ സഖാവിൻ്റെ ഭരണം എങ്ങോട്ട് പോട്ടെന്നുള്ളതല്ല വിഷയം. ഇവിടുത്തെ ഗുണ്ടകൾ, വേറൊരു വാർത്ത ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ടാ നേതാവ് പുറത്തിറങ്ങി. അതേ ഏതാണ്ട് 60ഓളം ഗുണ്ടകളുമായിട്ട് ഒരു മീറ്റിങ്ങൊക്കെ നടത്തി പരസ്യമായിട്ട്. അപ്പോൾ അത് പോലീസ് എന്ന് ചെക്ക് ചെയ്തപ്പോൾ മദ്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ചാനൽ ചാനൽ വാർത്ത വന്നെന്ന് പറയുന്നത് മദ്യം ചെന്നുകൊണ്ട് പോകുന്നതൊക്കെ ഉള്ള വീഡിയോകൾ പുറത്ത് വന്നു. ഞാൻ ആ വീഡിയോ കണ്ടു, ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളൂ. അത് പോലീസ് കിട്ടില്ല. കാരണം ആ ഗുണ്ടകളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ 10-60 പേരടങ്ങുന്ന നല്ല ക്രിമിനലുകളാണ്. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങിയതിൻ്റെ സന്തോഷം തീർക്കുന്നത് ക്രിമിനൽ സംഘങ്ങളിലെ തലവന്മാരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് മദ്യം ഒക്കെ വിളമ്പി നമ്മുടെ സിനിമകളിലെ കാണും പോലെ കേരളത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ട കഥയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഖാവിന് ഇതൊന്നും ഒരു ശ്രദ്ധയൊന്നുമില്ല. സഖാവിൻ്റെ പോലീസ് ഭരിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ പോലീസിന് ഉള്ള അനാസ്ഥ ഒരു സാധാരണ. പ്രത്യേകിച്ച് എടുത്ത് പറയാം, പന്തീരങ്കാവ് കേസിൽ നല്ല അനാസ്ഥ ഉണ്ടായിട്ട് തന്നെയാണ് ആ പയ്യൻ നാട് വിട്ടത്. ആ പയ്യൻ ക്രിമിനലാണ്, അതിന് തർക്കമൊന്നുമില്ല. ആ കൊച്ചിനെ 7 ദിവസത്തിനുള്ളിൽ ആ കൊച്ച എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ അതിനെ ഉപദ്രവിക്കുകയും അതൊക്കെ ചാനലിൽ നമ്മൾ കണ്ടാണ്. ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ആ പയ്യൻ ക്രിമിനലാണ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന സമയം അവനെ പൊക്കിയെടുത്ത് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അതിന് ന്യായീകരണം ഉണ്ടായിരുന്നു. അതുപോലും ചെയ്യാതെ പോലീസ് അവനെ കണ്ടോന്ന് തന്നെ സംശയമാണ്. അവന് വേണ്ടി പോലീസ് ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കും അവൻ നാട് വിട്ടു. അവൻ നാട് വിട്ടെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ വഴി അവൻ നേരെ പോയി സിംഗപ്പൂർ. ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് അവൻ നേരെ പോയിട്ടുണ്ട് അടുത്ത ഏരിയയിൽ. ഇനി അവനെ പൊക്കണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. SHOക്ക് സസ്പെൻഷൻ കൊടുത്തു എന്നുള്ള സത്യം, അത് വിവാദമായപ്പം. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം. ഇപ്പം ചോദിക്കാനും പറയാൻ ആളില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പോലീസുകാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു പോലീസുകാരനെ ഒരു പോലീസുകാരനെ കുറ്റപ്പെടുത്തില്ല. കാരണം പോലീസുകാരിൽ നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട്. ഒരു 100%-ൽ 30% മോശക്കാരനെങ്കിൽ ബാക്കിയെല്ലാം നല്ല മനുഷ്യരാണ്. പോലീസുകാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ്. കാരണം നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും പോലീസുകാർ എത്രയോ പേരെ നമ്മൾ കാണുന്നു. നമ്മൾ മര്യാദയ്ക്കാണെങ്കിൽ അവർ യാതൊരു പ്രശ്നമില്ല. നമ്മൾ കുഴപ്പമാണെങ്കിൽ പോലീസുകാർ ചോദ്യം ചെയ്തതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കുഴപ്പമായിട്ടാണല്ലോ. പക്ഷേ നമ്മൾ കുഴപ്പമായിട്ട് പോയിട്ട് പോലും പോലീസുകാർ ചോദ്യം ചെയ്യുമെങ്കിൽ എന്താണ് ചിന്തിക്കേണ്ടത്? പോലീസുകാർക്ക് അതൊരു വിഷയമല്ല. കാരണം അവർ ചിന്തിക്കുന്നതാണ് പോട്ട്. അങ്ങനെ എത്രയോ കേസ് കിടക്കുന്നത്. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ആഭ്യന്തരം എന്ന് പറയുന്നത് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ലെവലിലുള്ള ആഭ്യന്തരം ആണ്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഈ പറഞ്ഞ കണക്കാണ്, നേർക്ക് നേരെയുള്ളത് മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മുഖ്യമന്ത്രി ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മുടെ നരേന്ദ്രമോദി ഒരു സ്റ്റൈലാണ്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത് അപൂർവമാണ്. അദ്ദേഹം പത്രസമ്മേളനം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റേതായ കാര്യങ്ങൾ ചോദിച്ചു എണീച്ച് പോവുകയും ചെയ്യും. മാസപ്പടിയാ വല്ലതും ചോദിച്ചാൽ പിന്നെ കഥയങ്ങ് മാറുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു ചോദ്യം ഉത്തരവൊന്നും പാടില്ലാതാണ്. എന്തായാലും കേരളത്തിൽ ഇതുപോലെ ഒരു ഗുണ്ടാവിളയാട്ടമൊക്കെ പാടില്ല. ഭരിക്കുന്ന സർക്കാരിൻ്റെ ഓട്ടക്കുറവ് തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ഞാൻ വേറെ വിമർശനങ്ങളൊന്നും പറയുന്നില്ല. കാരണം ഈ പറഞ്ഞ കണക്ക് അന്തം കമ്പികൾ കയറി ചീത്ത വിളിക്കുന്നേക്കാളും ഒന്നും മിണ്ടാതിരിക്കുന്ന നല്ലത്. എന്തായാലും ചീത്ത വിളിയേക്കാം. കമ്മ്യൂണിസ്റ്റുകാരനെ ചിന്തിക്കട്ടെ. കാരണം നിങ്ങൾ ഭരിക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ഇങ്ങനെ പാടില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.